ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടം ഉടൻ ഉണ്ടാകും. പതിച്ചു നൽകിയ ഭൂമി ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇളവ് നൽകാൻ ചട്ടത്തിൽ വ്യവസ്ഥയുണ്ട്. ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാകും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ തീരുമാനം? SKN ഗുഡ് മോർണിംഗ്. കേരളത്തിലെ പ്രത്യേകിച്ചും മലയോര മേഖലയിലും മറ്റും താമസിക്കുന്ന ആളുകളെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിനുണ്ടാകുന്നത്. 2023 ഈ ജനങ്ങളിൽ നിന്നുള്ള ആവശ്യപ്രകാരം, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ ഭൂവുടമകളിൽ നിന്നുള്ള ആവശ്യപ്രകാരം ഈ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു. 1960 ഭൂപതിവ് നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. 2023 ഭേദഗതി വരുത്തിയെങ്കിലും ഇതിൻ്റെ ചട്ടം പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകളും ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത നിലയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചട്ടം ഉടൻ പ്രാബല്യത്തിൽ വരുന്നുവെന്ന വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ഈ ചട്ടം, കരട് ചട്ടത്തിന് നിയമവകുപ്പ് അംഗീകാരം നൽകി. ഇതിനുശേഷം തിരികെ റവന്യൂ വകുപ്പ് ഈ സർക്കാർ അനുമതിയോടുകൂടി ഈ ചട്ടം തത്വത്തിൽ അംഗീകരിച്ചു. ഇനി ചട്ടം അന്തിമമാക്കുന്ന നടപടി മാത്രമാണ് ബാക്കിയുള്ളത്. അതിനായി ഈ മാസം 13 മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ഈ യോഗം കഴിയുന്നതോടുകൂടി ഈ ചട്ടം പ്രാബല്യത്തിൽ വരും. പിന്നീട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചാണ് ഈ ചട്ടം പുറത്തിറക്കാൻ പോകുന്നത്. സാധാരണ കൃഷിക്കും മറ്റ് വീട് വെക്കുന്നതിനുമാണ് ഭൂമി പതിച്ചു നൽകുന്നത്. ഇങ്ങനെ പതിച്ചു നൽകിയ ഭൂമിയിൽ പലയിടത്തും ആളുകൾ കടകളും മറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ചില ഭാഗങ്ങളിൽ വൻകിട റിസോർട്ടുകൾ പോലും വന്നിട്ടുണ്ട്. സാധാരണ ഹോം സ്റ്റേകളും മറ്റും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇക്കാര്യത്തിൽ ഇളവ് നൽകണമെന്നാണ് സർക്കാരിൻ്റെ താല്പര്യം. അങ്ങനെയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ആ നിയമ ഭേദഗതിയുടെ ചുവട് പിടിച്ച് കൊണ്ടുവരുന്ന ചട്ടത്തിൽ ഇങ്ങനെ കൃഷിക്ക് ആവശ്യത്തിനും വീട് വെക്കാനും അല്ലാതെ ഉപയോഗിച്ച ഭൂമിയിലെ മറ്റ് നിർമ്മാണങ്ങൾക്കും ഇളവ് നൽകി ക്രമവൽക്കരിച്ച് നൽകാനുള്ള വ്യവസ്ഥയുണ്ടാകും. അത് ഏതൊക്കെ തലമുറയാകാം എന്നത് സംബന്ധിച്ച കാര്യം 13 മുഖ്യമന്ത്രി അധ്യക്ഷത ചേരുന്ന ഉന്നത യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. എന്തായാലും ഇത്തരത്തിൽ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന് ഇളവ് നൽകുന്നതോടെ ഈ ഭൂമി നിയമവിധേയമാകും. ഇപ്പോൾ ഈ ഭൂമിക്ക് റവന്യൂ വകുപ്പിൻ്റെ നോട്ടീസ് മറ്റുമുണ്ട്. ഇതിനെതിരെ ഇടുക്കിയിൽ ഹർത്താൽ അടക്കമുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചൊക്കെ നടത്തിയിരുന്നു. അതേ തുടർന്നാണ് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പോൾ ചട്ടം കൂടി വരുന്നതോടെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് വലിയ തോതിൽ പരിഹാരമാകും. ഓക്കെ, താങ്ക് യു ശ്രീജി. ചെറിയ ലംഘനങ്ങളിലൂടെ ഈ നിയമപരമായി അംഗീകാരം കിട്ടാത്ത ഒരുപാട് ആളുകൾക്ക്, ഭൂവുടമകൾക്കൊക്കെ തന്നെ, ഭൂമി മാറ്റം ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ ഈ നിയമം അനുകൂലമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.